Asia.com-ലേക്ക് സ്വാഗതം. ഇന്ന് ഞങ്ങൾ പോകുന്നത് കോട്ടയം ജില്ലയിലെ ഏറ്റവും ഉയരമുള്ള കൊടുമുടിയായ ഇല്ലിക്കൽ കല്ല് കാണാനാണ്. മീനച്ചൽ ആറിന്റെ തുടക്ക സ്ഥാനമാണ് ഈ കൊടുമുടി. ഈരാറ്റുപേട്ടയ്ക്ക് അടുത്താണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. 4000 അടി ഉയരമുള്ള ഇല്ലിക്കൽ കല്ല് 3 പാറക്കൂട്ടങ്ങൾ ചേർന്നാണ് ഉണ്ടായിരിക്കുന്നത്. അങ്ങനെ ഞങ്ങൾ അതിന്റെ പാർക്കിങ്ങിലെത്തി. ധാരാളം വാഹനങ്ങൾ പാർക്ക് ചെയ്യാനുള്ള സ്ഥലം അവിടെയുണ്ട്. പാർക്കിങ്ങിൽ നിന്നുള്ള വ്യൂ തന്നെ വളരെ മനോഹരമാണ്. അവിടെ നിന്നും മുകളിലേക്ക് പോകുന്നതിനുള്ള ടിക്കറ്റുകൾ എടുക്കണം. 2 കിലോമീറ്ററോളം മുകളിലേക്ക് പോകേണ്ടതായിട്ടുണ്ട്. ഇവിടുത്തെ വർക്കിംഗ് ടൈം 8 AM തൊട്ട് 6 PM വരെയാണ്. എൻട്രി ഫീ ഒരാൾക്ക് 20 രൂപയാണ്. സീനിയർ സിറ്റിസൺസിന് 10 രൂപയുമാണ്. ജീപ്പ് സഫാരി എടുത്താൽ 39 രൂപയാണ്. ഞങ്ങൾ ജീപ്പിന് ടിക്കറ്റ് എടുത്ത് മുകളിലേക്ക് പോയത്. DTPCയുടെയാണ് ജീപ്പ് സഫാരി. ഞങ്ങൾ അവിടെ എത്തിയപ്പോഴേക്കും ഒരു നല്ല മഴ പെയ്തു തോന്നിയിരുന്നു. എങ്കിലും ഇവിടെ വരെ വന്നിട്ട് മുകളിലെ ടോപ്പ് വ്യൂ കാണാതെ പോകാൻ തോന്നിയില്ല. ഞങ്ങൾ മുകളിലേക്ക് കയറുമ്പോൾ താഴേക്ക് ധാരാളം സഞ്ചാരികൾ ഇറങ്ങുന്നുണ്ടായിരുന്നു. ആദ്യം നല്ല കോടമഞ്ഞുണ്ടായിരുന്നു. പിന്നെ മുകളിലേക്ക് കയറും തോറും കോടമഞ്ഞ് മാറിത്തുടങ്ങി. പോകുന്ന വഴിയിൽ പലയിടത്തും മാലിന്യങ്ങൾ വലിച്ചെറിഞ്ഞ 5000 രൂപ പിഴ എന്ന് എഴുതിയ ബോർഡ് കാണാൻ സാധിക്കും. ഞങ്ങൾ കയറിക്കൊണ്ടിരുന്ന സമയത്ത് ഞങ്ങൾക്ക് സൈഡിൽ ഒന്നും കാണാൻ പറ്റില്ലായിരുന്നു. കാരണം മഴ പെയ്ത് കഴിഞ്ഞപ്പോഴുള്ള മൂടലായിരുന്നു. ഫുള്ള് മൂടിക്കിടക്കുമായിരുന്നു. അപ്പോൾ നമുക്കൊന്നും കാണാൻ പറ്റില്ല. പിന്നെ കയറി ചെന്ന് നല്ല തണുപ്പൊക്കെ ഉണ്ടായിരുന്നു. മുകളിലേക്ക് ആളുകൾ കയറിപ്പോകുന്നത് കാണാൻ വളരെ രസമായിരുന്നു. വളരെ സൂക്ഷിച്ചു വേണം മുകളിലേക്ക് കയറുവാനും ഇറങ്ങുവാനും. കോടമഞ്ഞ് കാരണം തൊട്ട് മുന്നിലുള്ളതല്ലാതെ മുകളിലേക്കൊന്നും കാണാൻ കഴിയില്ലായിരുന്നു. മുകളിലേക്ക് എത്തിയപ്പോൾ കോടയെല്ലാം മാറി നമ്മുടെ ഇല്ലിക്കൽ കല്ല് കാണാൻ കഴിയുമായിരുന്നു. ധാരാളം സഞ്ചാരികൾ അവിടെ ഫോട്ടോ എടുക്കുന്നതിൻ്റെ തിരക്കിലൊക്കെ ആയിരുന്നു. മുകളിൽ നിന്ന് താഴോട്ട് നോക്കുമ്പോൾ ഉള്ള വ്യൂ വളരെ മനോഹരമായിരുന്നു. പ്രകൃതിയെ ഇഷ്ടപ്പെടുന്നവർക്ക് എത്ര കണ്ടാലും മതി വരാത്ത മനോഹരമായ കാഴ്ച തന്നെയായിരുന്നു ഇത്. ഞങ്ങൾ ഇവിടെ നിന്ന് ധാരാളം ഫോട്ടോസും ഒക്കെ എടുത്തു. ഇവിടെ നിൽക്കുമ്പോൾ നല്ല തണുത്ത കാറ്റും നല്ല മനോഹരമായ കാഴ്ചകളും കാണാൻ കഴിയും. ഇന്നത്തെ യാത്ര വളരെ മനോഹരമായ ഒന്നായിരുന്നു. അങ്ങനെ ഈ കാഴ്ചകൾ കണ്ട് മതി വരാതെ ഞങ്ങൾ താഴേക്ക് ഇറങ്ങി. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.